കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി മാറുമ്പോൾ പദ്ധതിയുടെ കൂടുതൽ വ്യാപനത്തിനായുള്ള വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡും ഒരുങ്ങുകയാണ്. ഔട്ടർ റിംഗ് റോഡിന്റെ നിർമ്മാണത്തിന്റെ 65% ചിലവ് വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നാണ് പദ്ധതി ആരംഭിച്ചതെങ്കിലും നിലവിൽ കൂടുതൽ ചുമതലയും ഉത്തരവാദിത്വവും വഹിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. പദ്ധതിക്കായി വലിയ രീതിയിൽ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിവരുന്ന 50%-ലേറെ തുക, അതായത് ഏകദേശം 1000 കോടിയോളം രൂപ കിഫ്ബി മുഖേന നൽകുന്നത് സംസ്ഥാനമാണ്. ഇതിനു പുറമെ ഔട്ടർ റിംഗ് റോഡിന്റെ ഭാഗമായുള്ള സർവീസ് റോഡിന്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സർവീസ് റോഡിന്റെ നിർമ്മാണത്തിന് ഏകദേശം 500 കോടിയോളം രൂപ വേണ്ടിവരും. ഈ തുക 5 വർഷം കൊണ്ട് നൽകണമെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. നിർമ്മാണ സാമഗ്രികളുടെ സംസ്ഥാന GST സർക്കാർ ഒഴിവാക്കുന്നുണ്ട്. ഇതിലൂടെ 210.63 കോടി രൂപയുടെയും മണ്ണും കല്ലും ഉൾപ്പെടെയുള്ളവയുടെ റോയൽറ്റി വഴി ലഭിക്കുന്ന 10.87 കോടി രൂപയുടെയും വരുമാനമാണ് സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഔട്ടർ റിംഗ് റോഡിനായി പ്രാഥമിക വിജ്ഞാപനം 3A പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഇതിൽ സംസ്ഥാന വിഹിതം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിച്ചത് പദ്ധതി വൈകുന്നതിന് കാരണമായി. പദ്ധതിക്ക് കാലതാമസം വന്നതോടെ ആദ്യഘട്ട വിജ്ഞാപനം റദ്ദായി. പിന്നീട് ഇതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറിന് മന്ത്രിസഭ ഓഗസ്റ്റിൽ അംഗീകാരം നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ 314 ഹെക്ടർ ഏറ്റെടുക്കാൻ ദേശീയപാത അതോറിറ്റി ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനുള്ള പുതിയ വിജ്ഞാപനം കഴിഞ്ഞ മാസമാണ് ദേശീയപാത അതോറിറ്റി പ്രസിദ്ധീകരിച്ചത്. നിലവിൽ പലരിൽ നിന്നും പദ്ധതിക്കാവശ്യമായ ഭൂമി ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിജ്ഞാപന പ്രകാരം ഭൂമി വിട്ടു നൽകിയവരുടെ പണം മാർച്ചോടെ കൊടുക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് അധികൃതർ പറയുന്നത്. പദ്ധതിക്കായി ഏറ്റെടുത്ത ഭൂമിയിൽ കെട്ടിടം ഉൾപ്പെടെയുള്ള നിർമ്മിതികൾ ഇല്ലാത്തവർക്കാകും ആദ്യഘട്ടത്തിൽ നഷ്ടപരിഹാരം ലഭിക്കുക. അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന്റെ വാണിജ്യ ഭൂപടത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുമ്പോൾ 2028 ഡിസംബറിനുള്ളിൽ പൂർത്തിയാകുന്ന തുറമുഖത്തേക്കുള്ള റെയിൽപാതയും മറ്റൊരത്ഭുതമായി മാറുന്നു. 10.76 കിലോമീറ്റർ റെയിൽപാതയിൽ 9.2 കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെ 1200 കോടി രൂപ ചെലവ് വരുന്ന റെയിൽ പദ്ധതിയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. നേരത്തെ പ്രസിദ്ധീകരിച്ച ഭൂമി ഏറ്റെടുക്കലിന്റെ അവസാനഘട്ട വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട 100 ഹെക്ടർ ഭൂമിയുടെ ഉടമകൾക്കാണ് നഷ്ടപരിഹാര വിതരണം തുടങ്ങുന്നത്. നിലവിലെ 3D വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടവർക്കെല്ലാം മാർച്ച് 31 മുൻപ് നഷ്ടപരിഹാരം വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. 50% ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉടൻ ടെൻഡർ നടപടികളിലേക്ക് ദേശീയപാത അതോറിറ്റി കടക്കും. ഇതിനിടെ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അനന്തമായി നീളുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. പദ്ധതിക്കായി ഏറ്റെടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാരം എന്നു മുതൽ വിതരണം ചെയ്യുമെന്നതിനെക്കുറിച്ച് ഇതുവരെയും അന്തിമ തീരുമാനം ആയിട്ടില്ല. എന്നു മുതൽ നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ കഴിയുമെന്നത് സംബന്ധിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ വ്യക്തമായ റിപ്പോർട്ട് പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹാജരാക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് പൊതുമരാമത്ത് വകുപ്പിന് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഏപ്രിലിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിൽ നിരവധി ഉത്തരവുകൾ കമ്മീഷൻ പാസാക്കിയിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കലിന് ആവശ്യമായ ഫണ്ട് ലഭ്യത സംബന്ധിച്ച് ഇനിയും വ്യക്തത കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നതായാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പൊതുമരാമത്ത് വകുപ്പിന് നൽകിയ ഉത്തരവിൽ പറയുന്നത്. എന്തായാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിനോടനുബന്ധിച്ചുള്ള സകല ഗതാഗത മേഖലകളിലും മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. പദ്ധതിയോടനുബന്ധിച്ച് ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നിവ പൂർണ്ണമാകുമ്പോൾ അത് കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.